ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. പഞ്ചായത്തിന്റെ നവീകരണത്തിൽ ചുവപ്പുവൽക്കരണം, പ്രതിഷേധവുമായി കോൺഗ്രസ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി തുറന്നു കാട്ടുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ മുതൽ മുടക്കി ചേലക്കര പഞ്ചായത്ത് ഓഫീസ് നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിന് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വൻ അഴിമതിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഈ അഴിമതി പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് നവീകരിക്കുന്ന ഓഫീസിൽ ഒരു പാർട്ടി ഓഫീസിന് സാമാന്യമായ രീതിയിലുള്ള കളർ കൊടുത്തുകൊണ്ട് ആ കളറ് മാറ്റണമെന്ന് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ആ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ നവീകരണ പ്രവർത്തനങ്ങളിൽ അതിൻ്റേതായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ ഭരണസമിതിക്ക് കഴിയാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്തിലുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2010 ഭരണസമിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് പഞ്ചായത്ത് ഓഫീസ് നവീകരണം നടത്തുകയും എന്നാൽ ആ നവീകരണത്തിൻ്റെ ഭാഗമായി വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഒരു ഓഫീസാണ് ഇന്ന് ചേലക്കരയിലുള്ളത്. എന്നാൽ അതിന് 50 ലക്ഷം രൂപ മുതൽ മുടക്കി ഈ പാവപ്പെട്ട ആളുകളുടെ നികുതി പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് ഉപയോഗിച്ച് അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കുകയും അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കുന്ന ഓഫീസ് കടുത്ത അഴിമതിയിലാണെന്ന് കോൺഗ്രസ് മെമ്പർമാർ. കൂടാതെ ചുവപ്പുവൽക്കരിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപണമുന്നയിച്ചു. പൊതുജനത്തിന്റെ നികുതി പണം ഉപയോഗിച്ച് പഞ്ചായത്ത് ഭരണസമിതി അഴിമതി നടത്തുകയാണെന്നും പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ടുള്ള ചർച്ചയിൽ ഈ വിഷയം പരാമർശിച്ചുവെങ്കിലും അത് വേണ്ടതുപോലെ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടായിരുന്നിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും മെമ്പർമാർ കൂട്ടിച്ചേർത്തു. മെമ്പർമാരായ എ അസനാർ, എ കെ അഷ്റഫ്, ഗീത ഉണ്ണികൃഷ്ണൻ, സുമതി സതീഷ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഈ കളറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ഈ വിഷയം അവതരിപ്പിക്കുകയും എന്നാൽ അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി, അത് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് അന്ന് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണസമിതിയിലെ ആളുകൾ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇതുവരെ അതിനൊരു മാറ്റം വരുത്തുന്നതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാൻ ഭരണസമിതി തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നമ്മൾ സർക്കാരിൻ്റെ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാർ ഓഫീസുകളിൽ ചെയ്യേണ്ട മര്യാദകൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ആ മര്യാദയെല്ലാം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അതേ രീതിയിൽ തന്നെ അതിനെ നേരിടാനുള്ള ആർജവം പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾക്കുണ്ട് എന്ന് ഭരണസമിതി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.